Asslamu alaikum, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജ് ഡിഷ് ആണ്. ചില്ലി കാബേജ് ഗ്രേവി. ഇത് വെജ് ആണെന്ന് കരുതി ടേസ്റ്റിലൊന്നും ഒരു കുറവില്ല. ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ഒരു 2 കപ്പ് കാബേജ് അരിഞ്ഞത് വേണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇതിലേക്ക് കശ്മീരി ചില്ലിക്ക് പകരം സാദാ മുളക് പൊടി ചേർക്കുക എരിവുള്ളത്. പക്ഷെ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചേർത്തത്. ഞാൻ കളർ ഇതിൽ ചേർക്കുന്നില്ലല്ലോ. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 മുട്ട കൂടി ചേർത്ത് നന്നായി കൈകൊണ്ട് തന്നെ അങ്ങനെ കുഴച്ചെടുക്കുക. 10 മിനിറ്റ് ഇത് മാറ്റി വെക്കുക. ഇനി ഗ്രേവി ഉണ്ടാക്കുന്നതിന് മുന്നേ ആദ്യം ഇത് റെഡിയാക്കി വെക്കണം. 1 കപ്പ് വെള്ളത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ വിനെഗർ. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇത് ഗ്രേവിക്കുള്ള സോസാണ് ഇത് റെഡിയാക്കി വെച്ചേക്കുന്നത്. ഇനി എല്ലാതും വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കും. ഇനി നേരത്തെ മാറ്റി വെച്ച കാബേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാബേജ് ഇതുപോലെ ഷേപ്പാക്കിയിട്ടൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ കാബേജിലാവട്ടെ ഗ്രേവിയിലാവട്ടെ റെഡ് കളറൊന്നും ചേർത്തിട്ടില്ല. അതിന് പകരമാണ് കശ്മീരി ചില്ലി. അതാകുമ്പോൾ കുറച്ച് കളറും കിട്ടും, ലേശം എരിവും കിട്ടും. പിന്നെ ഇത് കുറച്ച് എരിവുള്ള കറിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം കുറച്ചാൽ മതി എരിവ്. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ കഴിക്കാൻ ഇത് ടേസ്റ്റ് സോസിൻ്റെ ഒക്കെ കൂടെ. അടുത്തതായിട്ട് ഗ്രേവി ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ കുറച്ച് ഒഴിക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇത് ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ചൈനീസ് അല്ലേ. ഇനി 1 സവാള സ്ക്വയറാക്കി കട്ട് ചെയ്തത്, 1 ക്യാപ്സിക്കം കട്ട് ചെയ്തത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത്. ഇതൊന്ന് ചെറുതായിട്ട് വഴന്നു വരുമ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാബേജ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ അത് ഗ്രേവിയൊക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 നുള്ള് അജിനോമോട്ടോ ഇടാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. ചൈനീസ് കഴിക്കാൻ ഇഷ്ടപ്പെട്ടവർക്ക് ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വളരെ ഈസിയായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.